കഥയാരംഭിക്കുന്നത് ഒരു രാത്രിയിലാണ്. ഏഷ്യയെന്നും മരിയയെന്നും പേരുള്ള രണ്ട് സഹോദരിമാർ തങ്ങളുടെ പിതാവിന്റെ ക്രൂരമായ പീഡനങ്ങൾ സഹിക്കവയ്യാതെ വീട്ടിൽ നിന്ന് ഓടിപ്പോകാൻ തീരുമാനിച്ചു. ഒരു ചെറിയ പ്രൊഫഷണൽ സ്റ്റോറിൽ അവർ ഒളിച്ചിരുന്നു. തങ്ങളുടെ ഭാവി എന്താകുമെന്നോർത്ത് മരിയ വല്ലാതെ ഭയപ്പെടുന്നുണ്ടായിരുന്നു. അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഏഷ്യ തന്റെ കയ്യിലെ ഒരു ടാറ്റു കാണിച്ചു കൊടുത്തു. എല്ലാം ശരിയാകുമെന്ന് ഉറപ്പ് പറഞ്ഞു. എന്നാൽ ആ നിമിഷം തന്നെ അവരുടെ പിതാവ് അവനെ കണ്ടെത്തി. ഏഷ്യ പെട്ടെന്ന് തന്നെ തന്റെ സഹോദരിക്ക് മുമ്പിൽ ഒരു പരിചയായി മാറി. പിതാവിനെതിരെ നിന്നു. ആകെ പരിഭ്രാന്തിയായ ആ ഒരു നിമിഷത്തിൽ സ്വന്തം പിതാവിന് നേരെ അവൾ വെടിയുതിർത്തു. അതായിരുന്നു എല്ലാത്തിന്റെയും ആരംഭം. വെടിയേറ്റയാൾ താഴെ വീണു. പരിക്കേറ്റ പിതാവ് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. മരിയ പക്ഷേ വീണ്ടും അയാളുടെ പിടിയിലകപ്പെട്ടിരുന്നു. ഭയാനകമായ ആ സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് പകരം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നതോടെ ഏഷ്യയുടെ ജീവിതം കൂടുതൽ ഇരുളടഞ്ഞ ഒന്നായി മാറി. പക്ഷേ ജയിൽ ജീവിതം അവളെ കൂടുതൽ കരുത്തുറ്റൊരു സ്ത്രീയാക്കി മാറ്റിയിരുന്നു. 10 വർഷങ്ങൾക്കു ശേഷം ഏഷ്യയ്ക്കൊടുവിൽ ജയിൽ മോചനം ലഭിച്ചു. പുറത്തിറങ്ങിയ നിമിഷം മറ്റൊരാളുടെ വ്യാജരേഖകൾ കൈക്കലാക്കി ദി വിർജിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ വേലക്കാരിയായി അവൾ ജോലിക്ക് അപേക്ഷിച്ചു. അവൾ അവിടെത്തുമ്പോ ലിലിത്ത് എന്ന പേരുള്ള ഒരു സ്ത്രീ അവളെ സ്വീകരിച്ചു. യാതൊരുവിധ സംശയവുമില്ലാതെ ലിലിത്ത് അവളെ അകത്തേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. പിന്നാലെ അവിടുത്തെ താമസക്കാർക്ക് പരിചയപ്പെടുത്തി. അവരിൽ ഡോക്ടർ ഷിപ്മാനും ഭാര്യ അന്നയും കൂടാതെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിജയകരമായ ബിസിനസ് നടത്തുന്ന ഷാരോൺ എന്ന സ്ത്രീയുമുണ്ടായിരുന്നു. ദിവിർജിലെ എല്ലാവരും സാധാരണമാം വിധം സ്നേഹമുള്ളവരും ദയയുള്ളവരുമായി ഏഷ്യയ്ക്ക് തോന്നി. അതവളെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. മാൻഹാട്ടനിൽ കുറ്റകൃത്യങ്ങൾ കൊടുമ്പിരികൊണ്ടിരുന്ന കാലത്ത് 1923 സമ്പന്നരായ താമസക്കാരുടെ സുരക്ഷിതമായ ഒരു അഭയകേന്ദ്രമായി ആയിരുന്നു ദിവിർജിൽ നിർമ്മിച്ചത്. ലിലിത്ത് അത് വിശദീകരിച്ചു. ഇന്നും ആ കെട്ടിടം പണക്കാർക്ക് മാത്രമായുള്ള ഒരു സവിശേഷ പാർപ്പിടമായി തുടരുന്നു. കെട്ടിടത്തിന്റെ താഴത്തെ നില ജീവനക്കാർക്കായി മാറ്റിവെച്ചിരിക്കുകയാണെന്നും അന്നു തന്നെ ദിവിർജിലിനോട് വിശ്വസ്തത പുലർത്തിയ ജീവനക്കാരെ ആദരിക്കുന്നതിനായി ഒരു പ്രത്യേക ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും ലിലിത്ത് കൂട്ടിച്ചേർത്തു. ഏഷ്യ അവളുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിനിടയിൽ പുറത്തേക്കിറങ്ങുകയായിരുന്ന ലിലിത്തിന്റെ ഭർത്താവ് റേയെ അവൾ തികച്ചും അപ്രതീക്ഷിതമായി കണ്ടു. ആ ചെറിയ കൂടിക്കാഴ്ചയിൽ നിന്ന് തന്നെ അവരുടെ ദാമ്പത്യബന്ധം നല്ലൊരു നിലയിലല്ലെന്ന് വ്യക്തമാകുന്നുണ്ടായിരുന്നു. കുളിച്ച് വൃത്തിയായ ശേഷം തന്റെ മുന്നിലെ കണ്ണാടിയിൽ ഏഷ്യ നോക്കിയതും അവൾ ഒന്ന് ഞെട്ടി. അതിൽ അവർ നിന്നെ കൊല്ലാൻ പോകുന്നു എന്ന മുന്നറിയിപ്പ് രീതിയിൽ ഒരു സന്ദേശം എഴുതപ്പെട്ടിരുന്നു. അതൊരു വ്യക്തമായ മുന്നറിയിപ്പായി തോന്നിയിട്ടും അവൾ അത് അവഗണിക്കാൻ തീരുമാനിച്ചു. ഉറങ്ങാൻ തയ്യാറെടുത്തു. അപ്പോഴാണ് എയർവെന്റിൽ നിന്നൊരു വിചിത്രമായ ശബ്ദം കേൾക്കുന്നത്. താനിതങ്ങോട്ടേക്കാണ് നടന്നു കയറിയത് എന്നവൾക്കപ്പോൾ ഒരു വ്യക്തതയുമില്ലായിരുന്നു. ഏഷ്യ എയർവെന്റ് പരിശോധിച്ചപ്പോ ഒരു ജോഡി കണ്ണുകൾ തന്നെ തുറച്ചു നോക്കുന്നത് കണ്ട് അവൾ ഞെട്ടിപ്പോയി. ഭയന്നുപോയി അവൾ പെട്ടെന്ന് തന്നെ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് കടന്നു. എന്നാൽ ആ നിമിഷം ഇടനാഴിയിലെ വിളക്കുകൾ ഓരോന്നായി അണയാൻ തുടങ്ങി. ആ സ്ഥലത്തിനെന്തോ വലിയ പ്രശ്നമുണ്ട് എന്നേഷ്യ തിരിച്ചറിയുന്നത് അപ്പോഴായിരുന്നു. പിന്നീട് സമയം പുലർച്ചെ 3:17 പന്നിയുടെ മുഖം മൂടി ധരിച്ച ഒരാൾ അവളുടെ മുറിയിലേക്ക് രഹസ്യമായി അതിക്രമിച്ചു കയറി. അവളുടെ കാൽപാദങ്ങളിലും മുഖത്തും മറ്റുമായി അയാൾ തൊടാൻ തുടങ്ങുകയും ചെയ്തു. ഏഷ്യ പെട്ടെന്നുണർന്ന് ചുറ്റും നോക്കി. മുഖം മൂടി ധരിച്ച ഒരാൾ. അയാൾ അവളെ മയക്കുമരുന്ന് നൽകി വീഴ്ത്താൻ ശ്രമിക്കുന്നു. അവർ തമ്മിൽ പിടിവലിയുണ്ടാവുകയും അവളുടെ തല ശക്തമായി എവിടെയോ ഇടിക്കുന്ന രീതിയിൽ അവൾ കടിയേൽക്കുകയും ചെയ്തു. എന്നാൽ അതുകൊണ്ടും തീർന്നില്ല. മറ്റൊരു മുഖംമൂടിധാരിയായ വ്യക്തി വെന്റിലേഷൻ ഷാഫ്റ്റിലൂടെ ഇഴഞ്ഞു വന്നു. മറ്റൊരാൾ ചുവരിലെ ഒരു രഹസ്യവാതിലൂടെയും അവിടെ പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് ഏഷ്യയ്ക്ക് ബോധം നഷ്ടപ്പെടുന്നതായി തോന്നിയപ്പോ മുഖംമൂടി ധരിച്ച കൂടുതൽ ആളുകൾ മുറിയിലേക്ക് പ്രവേശിക്കുന്നുണ്ടായിരുന്നു. അതിലൊരാളാകട്ടെ ഷാരോണുമായിരുന്നു. എന്നാൽ അവർക്ക് പറ്റിയ ഒരേ ഒരു അമളി ഏഷ്യയ്ക്ക് യഥാർത്ഥത്തിൽ ബോധം നഷ്ടപ്പെട്ടിരുന്നില്ല എന്നതാണ്. അവൾ ബോധം കെട്ട പോലെ അഭിനയിച്ചതായിരുന്നു. തന്റെ കയ്യിൽ കിട്ടിയ വൈദ്യുത കമ്പി ഉപയോഗിച്ച് ഏഷ്യ തിരിച്ചടിച്ചു. സ്വയം ഷോക്കടിപ്പിച്ചുകൊണ്ട് അവൾ ഷാരോണിനെ തെറിപ്പിച്ചു വീഴ്ത്തി. അവിടെ നിന്നും ഓടിപ്പോകുന്നതിന് പകരം മുഖം മൂടി ധരിച്ച ആക്രമികൾ അവളെ തല്ലിച്ചതയ്ക്കാൻ തയ്യാറെടുത്തു. അവൾ പെട്ടെന്ന് തന്നെ ഒരലമാരയ്ക്കുള്ളിൽ കയറി ഒളിച്ചു. അവൾ എത്രത്തോളം അപകടകാരിയാണെന്ന കാര്യം അവർക്കപ്പോഴും മനസ്സിലായിരുന്നില്ല. യാതൊരു ഒരുക്കവുമില്ലാതെ ആയിരുന്നില്ല ഏഷ്യ ദി വിർജിലേക്ക് വന്നത്. അലമാരയുടെ വാതിൽ തുറന്ന നിമിഷം അവൾ അതിക്രൂരമായ രീതിയിൽ അവർക്കെതിരെ തിരിച്ചടി ആരംഭിച്ചു. ഓരോരുത്തരെയായി അവൾ നിലംപരിശാക്കി.
രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരുവന്റെ പിന്നാലെ അവൾ പായുമ്പോൾ ലിലിത്ത് അവളുടെ മുന്നിലേക്ക് കയറി നിൽക്കുകയും യഥാർത്ഥ ഇസബെൽ ആരാണെന്ന മട്ടിൽ ചോദിക്കുകയും ചെയ്തു. അതോടെ അവളുടെ ആ താണ്ഡവം പെട്ടെന്ന് നിലച്ചു. ആ ഘട്ടത്തിൽ കഥ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. അവൾ അവളുടെ പിതാവിനെ വെടിവെച്ച് ആ രാത്രിയിലേക്ക് ജയിലിലെ 10 വർഷത്തെ കഠിനമായ അന്തരീക്ഷം അവളെ ഒരു ക്രൂരിയായ വ്യക്തിയാക്കി മാറ്റിയിരുന്നു. ശിക്ഷ അനുഭവിക്കുന്നതിനിടയിൽ അവൾക്ക് പരിചയമുള്ള ഒരു സ്വകാര്യ അന്വേഷകനെ തന്റെ വക്കീലായി അവൾ നിയമിച്ചു. അവനിലൂടെയാണ് ഇത്രയും കാലം മരിയ എവിടെയായിരുന്നെന്ന് അവളൊടുവിൽ കണ്ടെത്തുന്നത്. മരിയ ദി വിർജിൽ എന്ന വിചിത്രമായ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ വേലക്കാരിയായി ജോലി നോക്കുന്നുണ്ട് എന്നവൾ മനസ്സിലാക്കി. തുടർന്ന് ഏഷ്യ ജയിൽ മോചിതയാകുന്നതിന് 1 മാസം മുമ്പ് വിർജിലിൽ വേലക്കാരിയായി ജോലി ലഭിച്ച ഇസബൽ എന്ന സ്ത്രീയെക്കുറിച്ച് വക്കീൽ അവളെ അറിയിച്ചു. പുറത്തിറങ്ങിയപ്പോ ഏഷ്യ ഇസബലിന്റെ വിലാസവും രേഖകളുമൊക്കെ മോഷ്ടിച്ച് വിർജിലിലേക്ക് ജോലിക്കായി എത്തുകയായിരുന്നു. അവിടെ മുമ്പ് ജോലിക്കെത്തിയ തന്റെ സഹോദരി മരിയയെ കണ്ടെത്തുക എന്നത് മാത്രമായിരുന്നു അവളുടെ യഥാർത്ഥ ലക്ഷ്യം. ഏഷ്യ ലിലിത്തിനെ ഭീഷണിപ്പെടുത്തുകയും മരിയയെ ഉടനടി തന്റെ മുന്നിലെത്തിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ മറുപടി നൽകുന്നതിനു പകരം വാതിലിന് നേരെ നോക്കാൻ ലിലിത്ത് അവളോട് പറയുകയായിരുന്നു ചെയ്തത്. ഏഷ്യ തന്റെ മുമ്പിൽ കണ്ടതാകട്ടെ തന്റെ യുക്തിക്കൊരിക്കലും നിരക്കാത്ത കാര്യങ്ങളായിരുന്നു. അവൾ ക്രൂരമായി വെട്ടിമുറിച്ച ആ വ്യക്തി അയാൾ ഒന്നും സംഭവിക്കാത്ത പോലെ ജീവനോടെ തിരികെ വന്നിരിക്കുന്നു. ഏഷ്യ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു. അധികം വൈകിയില്ല അവിടുത്തെ ഒരു ജീവനക്കാരി ഓടിവന്ന് ഏഷ്യയുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം തന്റെ ശരീരത്തിലേക്ക് കുത്തിക്കയറ്റി. അതോടെ ഭയന്നവൾക്ക് ആ ആയുധം ഉപേക്ഷിക്കേണ്ടി വന്നു. അടുത്തുള്ള ജീവനക്കാരിയുടെ മുറിയിലേക്ക് അവൾ കയറി ഒളിച്ചു. അത് ലോക്ക് ചെയ്യുകയും ചെയ്തു. പക്ഷെ ആ മുറിക്കകത്തുണ്ടായിരുന്ന ജീവനക്കാരിയുടെ മകൻ ഏഷ്യയെ ഉടനടി ആക്രമിക്കാൻ തുടങ്ങി. എന്താ നടക്കുന്നതെന്ന് ഏഷ്യയ്ക്കൊരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. മുറിക്ക് പുറത്തെത്തിയ ലിലിത്താകട്ടെ കുത്തേറ്റ് കിടന്നിരുന്ന ആ ലേഡിയുടെ വയറ്റിൽ നിന്നും ആയുധം ഊരിയെടുത്തു. എന്നിട്ട് പറഞ്ഞു എല്ലാം പദ്ധതി പ്രകാരമാണ് നടക്കുന്നത്. അവൾ ആ ജോലിക്കാരിക്ക് നന്ദി പറയുകയും ചെയ്തു. ഇതേ സമയം മുറിക്കുള്ളിലായിരുന്ന ഏഷ്യ ആ കുട്ടിയെ അടിച്ചിട്ടിരുന്നു. ആ മുറിക്കുള്ളിൽ തുരങ്കത്തിലേക്ക് തുറക്കുന്ന ഒരു വാതിൽ കണ്ടെത്തി അവൾ അതുവഴി അകത്തേക്ക് കടന്നു. ഇടുങ്ങിയ തുരങ്കത്തിലൂടെ ഇഴഞ്ഞു നീങ്ങുമ്പോ ചുവരുകൾക്ക് പിന്നിൽ നിന്നുള്ള ലിലിത്തിന്റെ സംസാരം കേട്ട് അവൾ പെട്ടെന്ന് നിശ്ചലയായി. വിർജിലിനുള്ളിലുള്ള ആളുകൾ സാധാരണ മനുഷ്യരല്ല, അവർ അമർത്യരാണ്. ഒരു പൈശാചിക ആരാധനാ സംഘത്തിന്റെ ഭാഗമാണ് അവർ. ഏഷ്യക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനേ സാധിക്കില്ല. അടുത്തതായി ഏഷ്യയെ ബലി നൽകാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അധികം വൈകിയില്ല. മുന്നോട്ടു പോയിരുന്ന ഏഷ്യയുടെ ഇടം ആരാധനാ സംഘത്തിലെ അംഗങ്ങൾ കണ്ടെത്തി. ഒട്ടും മടിക്കാതെ ഉടനടി അവർ അവളെ വേട്ടയാടാൻ തുടങ്ങി. ഇടുങ്ങിയ ആ തുരങ്കത്തിലൂടെ ഏഷ്യ പരമാവധി വേഗത്തിൽ മുന്നോട്ട് കുതിച്ചു. ഷാരോണാകട്ടെ അവളെ വിടാതെ പിന്തുടരുന്നുണ്ടായിരുന്നു. അതോടെ അത് ഒരു ക്യാറ്റ് ആൻഡ് മൗസ് പ്ലേ ആയി മാറി. ഒരു ഘട്ടത്തിൽ അവർ തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നു. ശക്തമായ ഏറ്റുമുട്ടൽ. ജീവൻ രക്ഷിക്കാൻ തന്റെ കയ്യിൽ കിട്ടിയ റൈഫിൾ എടുത്ത് ഏഷ്യ ഷാരോണിന്റെ തല തകർത്തു. തലയില്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന കാര്യം ചിന്തിച്ച് ഒരു നിമിഷം അവൾ തരിച്ചു നിന്നു. അവൾക്ക് വല്ലാതെ ഭയവും അറപ്പും തോന്നി. എന്നാൽ അവളുടെ ഭയം പെട്ടെന്ന് തന്നെ ശരിയാണെന്ന് തെളിഞ്ഞു. തലയില്ലെങ്കിൽ പോലും ഷാരോൺ അവളെ പിന്തുടരാൻ തുടങ്ങി. അതേസമയം കെവിൻ എന്ന പേരുള്ള മറ്റൊരാൾ അവളെ പിന്തുടരാൻ ആരംഭിച്ചിരുന്നു. ഏഷ്യയെ പിടികൂടാനായി അയാൾ ഒരുങ്ങുകയും ചെയ്തു. അവൾ പിടിക്കപ്പെടുമെന്ന് തോന്നിയ നിമിഷം റേ എന്ന വ്യക്തി അവിടെ എത്തുകയും അവളെ സംരക്ഷിക്കുകയും ചെയ്തു. റേ അവളെ തുരങ്കത്തിലൂടെ നയിച്ച് ഒരു രഹസ്യ മുറിയിലേക്ക് എത്തിച്ചു. നേരത്തെ കണ്ണാടിയിൽ ആ മുന്നറിയിപ്പ് എഴുതി വെച്ചത് റേ ആയിരുന്നു എന്നുകൂടി അവിടെ വെച്ച് വ്യക്തമാവുകയായിരുന്നു. അവർ മുന്നോട്ട് നീങ്ങുമ്പോ വിർജിൽ എന്ന ആ കെട്ടിടത്തെക്കുറിച്ചുള്ള സത്യം റേ വെളിപ്പെടുത്തി. ആ കെട്ടിടം ഇപ്പോൾ വെറുമൊരു പാർപ്പിടമല്ല, പൈശാചികത നിറഞ്ഞ ഒന്നിനെ ആരാധിക്കുന്ന ഒരിടമായി അത് മാറിയിരിക്കുന്നു. ആ പിശാചുമായുള്ള കരാറിലൂടെ സമ്പന്നരായ ആളുകൾക്ക് അമർത്യരായി മാറാം. അതിൽ ആകൃഷ്ടരായാണ് സമ്പന്നർ ഇവിടെ എത്തുന്നത്. വിർജിലിന്റെ സ്ഥാപകൻ ഒരു ആചാരത്തിലൂടെ ഈ അദൃശ്യ ശക്തിയുമായി ആശയവിനിമയം നടത്താനുള്ള വഴി കണ്ടെത്തി. അതോടെയാണ് ഇതെല്ലാം ആരംഭിച്ചതും. നിത്യജീവൻ ലഭിക്കുവാൻ മറ്റൊരാളെ അവർക്ക് ബലി നൽകണം, അതും മനുഷ്യബലി. ഒരു പ്രത്യേക പട്ടികയിൽ പേരെഴുതിയവർക്ക് മാത്രമേ ആ അമർത്യത അഥവാ നിത്യജീവൻ ലഭിക്കൂ. ആ പേര് ആ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്താൽ അമർത്യത ഇല്ലാതാവുകയും ചെയ്യും. വേലക്കാർക്കും നിത്യജീവൻ നേടാൻ അവസരമുണ്ട്, എന്നാൽ അത് ഊഴമനുസരിച്ച് മാത്രമാണ്. അർഹരായ വേലക്കാർക്ക് ലിലിത്ത് അമർത്യത നൽകുന്ന സ്ഥലമാണ് ഏഷ്യ നേരത്തെ കണ്ട ആ മുറി. ഇതൊക്കെ കേട്ട അക്ഷരാർത്ഥത്തിൽ ഏഷ്യ ഞെട്ടുന്നുണ്ടായിരുന്നു. അവർ ആ ഇടനാഴികളുടെ വലിയ വലയത്തിലൂടെ മുന്നോട്ടു പോകുമ്പോ അവർ അറിയാതെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി നടക്കുന്നുണ്ടായിരുന്നു. ഷാരോണിന്റെ കേടുപാടുകൾ സംഭവിക്കാത്ത ഒരു കണ്ണ് സ്വന്തമായി ചലിക്കാൻ തുടങ്ങുകയും അവരെ പിന്തുടരുകയും ചെയ്തു. ഒടുവിൽ റേ പറഞ്ഞ ആ മുറിയിലേക്ക് അവർ എത്തി. 10 വർഷത്തിനു ശേഷം ആദ്യമായി ഏഷ്യ അവിടെ വെച്ച് തന്റെ സഹോദരിയുമായി ഒന്നിക്കുകയായിരുന്നു. പക്ഷേ ആശ്വാസത്തിന് പകരം നിരാശയായിരുന്നു അവൾക്ക് നേരിടേണ്ടി വന്നത്. മരിയ അവിടുന്ന് കൂടെ വരാൻ വിസമ്മതിച്ചു. തന്നെ മുൻകാലത്ത് ഉപേക്ഷിച്ചു പോയതിന് ഏഷ്യയോട് അവൾ
അവൾക്ക് കടുത്ത ദേഷ്യമുണ്ടായിരുന്നു. അന്ന് രാത്രി ഏഷ്യ ജയിലിൽ പോയി. മരിയ തനിച്ചാക്കപ്പെട്ടു. പിന്നീട് അങ്ങോട്ടേക്ക് പിതാവിന്റെ പീഡനങ്ങൾ അവൾക്കൊറ്റയ്ക്ക് സഹിക്കേണ്ടി വന്നു. അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചെങ്കിലും അവളുടെ ദുരിതങ്ങൾ അവസാനിച്ചില്ല. അവൾ പലയിടങ്ങളിലായി വേലക്കാരിയായി ജോലി ചെയ്യുകയും താൻ സേവിച്ചവരിൽ നിന്ന് നിരന്തരം മനുഷ്യത്വരഹിതമായ പെരുമാറ്റം നേരിടുകയും ചെയ്തു. അങ്ങനെയിരിക്കെയാണ് വിർജിലിലെ ഒരു ജോലിക്കുള്ള പരസ്യം മരിയയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ തീരുമാനം അവളെ അങ്ങോട്ടേക്ക് എത്തിച്ചു. അവൾ അവിടെ എത്തിയ രാത്രിയിൽ മരിയ ബലി കൊടുക്കപ്പെടേണ്ടതായിരുന്നു. പക്ഷെ മരിയ ഭാഗ്യവതിയാണ്. ലളിത്തും അതായിരുന്നു പറഞ്ഞത്. മരിയ എത്തുന്നതിന്റെ തൊട്ടു മുമ്പ് മോഷണക്കുറ്റത്തിന് ഒരു വേലക്കാരി പിടിക്കപ്പെട്ടു. ആ വേലക്കാരിയെ അവർ അന്ന് ബലി കൊടുത്തു. അതോടെ അടുത്ത ഇരയാകുന്നതിന് പകരം കൊല്ലപ്പെട്ട വേലക്കാരിക്ക് പകരം ജോലി ചെയ്യാൻ അവിടെ മരിയക്ക് സാധിച്ചു. അതോടെ അവൾക്ക് നിത്യജീവൻ നേടാനുള്ള അവസരവും കൈവന്നു. ആ നിമിഷം മുതൽ മരിയയെ സംബന്ധിച്ചിടത്തോളം സ്വന്തമെന്ന് വിളിക്കാൻ കഴിയുന്ന ഏക സ്ഥലമായി വിർജിൽ മാറി. പക്ഷെ ഇതൊക്കെ കേട്ടിട്ടും ഏഷ്യയ്ക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. വിശദീകരണങ്ങളോ പ്രോമിസുകളോ ഒന്നും അവൾക്ക് വിഷയമായിരുന്നില്ല. തന്റെ സഹോദരിയെ അവിടെ നിന്ന് എങ്ങനെയും പുറത്തെത്തിക്കുക എന്നതുമാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. മറ്റൊന്നും ആലോചിക്കാതെ മരിയയെ ബലമായി പുറത്തേക്ക് കൊണ്ടുപോകാൻ ഉറച്ച് ഏഷ്യ അവളെ അടിച്ച് ബോധം കെടുത്തി. എങ്കിലും കാര്യങ്ങൾ അത്ര എളുപ്പമല്ലെന്ന് റേ അവൾക്ക് മുന്നറിയിപ്പ് നൽകി. മരിയയുടെ തീരുമാനം മാറ്റുക ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല. വിർജിലിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് അതിലും പ്രയാസകരമാണ്. 9ാം നിലയിലെ എമർജൻസി എക്സിറ്റിലൂടെ മാത്രമേ പുറത്തേക്ക് കടക്കാൻ കഴിയൂ. ഏഷ്യ ഇതുവരെ കണ്ടതിനേക്കാൾ ഭയാനകമായ ഇടമാണ് അവിടം എന്നും റേ വിശദീകരിച്ചു. അപ്പോഴാണ് ഏറെ അസ്വസ്ഥതയുണർത്തുന്ന ആ ഒരു കാര്യം ഏഷ്യ ശ്രദ്ധിച്ചത്. ഷാരോണിന്റെ കണ്ണ് അത്രയും നേരം അവരുടെ സംഭാഷണം രഹസ്യമായി നിരീക്ഷിക്കുകയായിരുന്നു. ഒട്ടും മടിക്കാതെ ഏഷ്യ അത് പിടിച്ചെടുത്ത് നിരിച്ചുടച്ചു കളഞ്ഞു. ആ നിമിഷം തന്നെ ഷാരോൺ ഏഷ്യയുടെ സ്ഥാനവും അവൾ പോകുന്ന വഴിയും എല്ലാവരെയും അറിയിച്ചു. അത് വീണ്ടും ഭീകരമായൊരു പിന്തുടരലിന് കാരണമായി. ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ഏഷ്യ ഒരു അടുക്കളയിൽ എത്തിച്ചേർന്നു. അവൾ ഒളിച്ചിരിക്കുമ്പോൾ മരിയക്ക് ബോധം വന്നു. അതോടെ ബോബ് എന്ന പേരുള്ള ഒരാൾക്ക് അവരുടെ സാന്നിധ്യം മനസ്സിലായി. ആ നിമിഷം പ്രതിരോധിക്കാൻ യാതൊരു വഴിയുമില്ലാതെ ഏഷ്യ അവന്റെ മുമ്പിൽ നിസ്സഹായിയായി വീണു. ബോബ് അവളെ വകവരുത്താൻ ഒരുങ്ങുമ്പോൾ മരിയ പെട്ടെന്നതിൽ ഇടപെട്ടു. അവനെ വെട്ടിവീഴ്ത്തി. ഇതേ സമയം മറ്റൊരിടത്ത് റേയെ ലിലിത്തും മറ്റും പിടികൂടിയിരുന്നു. റേ എന്തിനാണ് തങ്ങളെ വഞ്ചിച്ചത് എന്ന് ചോദിച്ച് ലിലിത്ത് സ്വന്തം ഭർത്താവിനെ കസേരയിൽ കെട്ടിയിട്ടു. വിർജിൽ ഇപ്പോൾ മാറിയിരിക്കുന്ന ഈ അവസ്ഥ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം മടുപ്പുണ്ടാക്കുന്നതാണെന്ന് റേ അവിടെ വെച്ച് പറഞ്ഞു. കുറ്റവാളികളെ മാത്രം ബലി നൽകുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയൊരു കാര്യം ഇപ്പോൾ നിരപരാധികളെയും ബലിയാടാക്കാം എന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. താമസിയാതെ ലിലിത്ത് അവിടുത്തെ ഉച്ചഭാഷണിയിലൂടെ ഒരു പ്രഖ്യാപനം നടത്തി. എല്ലാ താമസക്കാരോടും ബലിയാവാൻ വേണ്ടിയുള്ള ഇരയെ വേട്ടയാടി ജീവനോടെ പിടികൂടാൻ ഉത്തരവിട്ടു. അമർത്യത നേടാനുള്ള അവസരമാണ് അവർക്ക് ഇത് നൽകുക എന്നും അവൾ പ്രഖ്യാപിച്ചു. വേലക്കാരും അതോടെ ആവേശത്തിലായി. വേട്ടയാടലിൽ അവർ പങ്കുചേർന്നു. ഏഷ്യയ്ക്ക് ബോധം വരുമ്പോ മരിയ അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. തനിക്കിവിടെ തുടരാൻ തന്റേതായ കാരണങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സ്വയം രക്ഷപ്പെട്ടു പോകാൻ അവൾ ഏഷ്യയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഏഷ്യ അത് കേൾക്കാൻ തയ്യാറായില്ല. എന്തു സംഭവിച്ചാലും തന്റെ സഹോദരിയോടൊപ്പം മാത്രമേ രക്ഷപ്പെടൂ എന്ന തീരുമാനത്തിൽ അവൾ ഉറച്ചു നിന്നു. അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങിയ നിമിഷം ഇരുട്ടിൽ വെച്ച് അവർ ആക്രമിക്കപ്പെട്ടു. ദൂരേക്ക് തെറിച്ചു വീണിട്ടും ഏഷ്യ പിന്മാറാൻ തയ്യാറായില്ല. തന്റെ സഹോദരിയെ അക്രമികൾ പിടിച്ചുവെച്ചിരിക്കുന്നത് കണ്ട നിമിഷം അവൾ ഒരു കോടാലി കൈക്കലെടുത്തു. അതിന് തീ കൊളുത്തി. പിന്നാലെ അതുപയോഗിച്ച് അക്രമികൾക്കിടയിലേക്ക് പാഞ്ഞു ചെന്ന് ശക്തമായ ആക്രമണം നടത്താൻ ആരംഭിച്ചു. വഴിയിൽ തടസ്സമായി നിന്ന എല്ലാവരെയും ഒരു ദാക്ഷിണ്യവുമില്ലാതെ ആ കോടാലി കൊണ്ട് അവൾ വെട്ടിവീഴ്ത്തി. ആ ബഹളത്തിനിടയിൽ അവളെ വേട്ടയാടാൻ എത്തിയിരുന്ന വ്യക്തിയിൽ ഒരാൾ അവൾക്ക് നേരെ റൈഫിൾ ചൂണ്ടി. ഏഷ്യ പക്ഷെ ഒരു മേശ പരിചയാക്കി മുന്നോട്ടു നീങ്ങി ആ കത്തുന്ന കോടാലി കൊണ്ട് അവനെ വെട്ടിവീഴ്ത്തി. പക്ഷേ ആ നിമിഷത്തിൽ മരിയയെക്കുറിച്ച് പ്രധാനപ്പെട്ട എന്തോ വെളിപ്പെടുത്താൻ തുടങ്ങിയ ഡോക്ടർ ഷിപ്മാൻ അടുക്കൽ അവൾ എത്തി. അയാളെ കൊല്ലാതെ കോടാലിയും കയ്യിലേന്തി അവൾ അയാൾ പറയുന്നത് കേൾക്കാൻ കാത്തുനിന്നു. പക്ഷേ അയാൾ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് മരിയ പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട് അയാൾക്ക് നേരെ വെടിയുതിർത്തു. മരിയ തന്റെ സഹോദരിയോട് ക്ഷമ ചോദിക്കുകയും കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അവൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് വേട്ടക്കാർ തങ്ങളെ വളയുകയാണ് എന്നവരിരുവരും തിരിച്ചറിഞ്ഞു. ഒരു സെക്കൻഡ് പോലും കളയാതെ ഏഷ്യയും മരിയയും ഓടി അവിടെയുള്ള ഒരു ലിഫ്റ്റിന് മുകളിൽ ഒളിച്ചു. അവിടെ ഒളിച്ചിരിക്കുമ്പോൾ മരിയ ഒടുവിൽ തങ്ങളുടെ പിതാവിനെ കുറിച്ചുള്ള സത്യം വെളിപ്പെടുത്തി. അയാൾ ക്യാൻസർ ബാധിതനായി നേരത്തെ മരിച്ചിരുന്നു. അത്രയും കാലം അയാൾ ആ രോഗവിവരം ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അവർക്ക് തുടർന്ന് സംസാരിക്കാൻ പറ്റുന്നതിന് മുമ്പേ ലിലിത്തും വേട്ടക്കാരും അവരെ കണ്ടെത്തി. അതോടെ അവർ ആ ലിഫ്റ്റ് ഏരിയയിലൂടെ മുകളിലേക്ക് പിടിച്ചു കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ആക്രമികൾ എത്തിയെങ്കിലും അവരോട് കഠിനമായി പോരാടി. ഒടുവിൽ അവർ അതിന്റെ അവസാനത്തിൽ എത്തിച്ചേർന്ന് പുറത്തു കടന്നു. പക്ഷെ അപ്പോഴേക്കും ലിലിത്തും സംഘവും അവിടത്തെ അവർക്കായി കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച്
വെച്ചാണ് കാര്യങ്ങൾക്കത്രയും വ്യക്തത വന്നത്. ഏഷ്യ അവിടെ നിന്നും പോകണമെന്ന് താൻ നിർബന്ധിച്ചതിന്റെ കാരണം മരിയൊടുവിൽ വെളിപ്പെടുത്തി. അവൾ വിർജിലിനെ അവളുടെ ഭവനമായി അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു. അതോടൊപ്പം അവിടുത്തെ ആചാരങ്ങളുടെ ഭാഗമായും അവൾ മാറിക്കഴിഞ്ഞു. അന്ന് യാഥാർത്ഥ്യത്തിൽ നിത്യജീവൻ നൽകാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി മരിയയായിരുന്നു. മരിയയുടെ നിത്യജീവന് വേണ്ടി ബലി നൽകാനാണ് ഇസബെല്ലിനെ തിരഞ്ഞെടുത്തിരുന്നത്. അതായത് ഏഷ്യ ഐഡന്റിറ്റി മോഷ്ടിച്ച ആ വ്യക്തിയെ. പക്ഷേ ഇസബെല്ലിന് പകരം അവിടെ എത്തിയത് ഏഷ്യയാണ്. അന്ന് ബലി കൊടുക്കാൻ പോകുന്ന ഇസബെൽ വേഷം മാറി വന്ന തന്റെ സഹോദരിയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോ മരിയ വല്ലാതെ കുഴങ്ങിപ്പോയി. എന്ത് തീരുമാനമെടുക്കണം എന്നവൾ ചിന്തിച്ചു. ഒരു വശത്ത് അവൾ ആഗ്രഹിച്ച അമർത്യത, നിത്യജീവൻ, മറുവശത്ത് തന്റെ സഹോദരി. അതൊക്കെ അറിഞ്ഞതും ഏഷ്യ വല്ലാതെ ഭയന്നിരുന്നു. പിന്നോട്ട് നീങ്ങിയവൾ കാലിടറി ലിഫ്റ്റ് ഷാഫ്റ്റിലേക്ക് വീണു. പക്ഷെ അവൾ പൂർണ്ണമായി താഴേക്ക് പതിക്കുന്നതിന് മുമ്പ് അങ്ങോട്ടേക്കെത്തിയ ബോബ് അവളെ പിടികൂടി. ലിലിത്ത് അവളുടെ ശരീരത്തിൽ കുത്തി മുറിവേൽപ്പിച്ചു. പിന്നാലെ അവൾ വലിച്ചിഴക്കപ്പെട്ട് അവിടുത്തെ ആരാധനാമുറിയിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. ആ ആരാധനാമുറിക്കുള്ളിൽ വെട്ടിമാറ്റിയ ഒരു പന്നിയുടെ തലയുണ്ടായിരുന്നു. ആ പന്നിത്തല ജീവനോടെയാണ് ഇരിക്കുന്നത്. അതായിരുന്നു അവർ ആരാധിക്കുന്ന ഡീമന്റെ അവിടുത്തെ അടയാളം. ആ പന്നിത്തലയിൽ അമർത്യത ലഭിക്കേണ്ടവരുടെ പേരുകൾ എഴുതി ചേർക്കും. അത്തരത്തിൽ ജീവനുള്ള ആ പന്നിത്തലയിൽ പേരുകൾ എഴുതിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അമർത്യത ലഭിക്കും. ആ പേര് മായ്ച്ചാൽ ആ ഇമ്മോർട്ടാലിറ്റി അഥവാ അമർത്യത എടുത്തുമാറ്റപ്പെടുകയും ചെയ്യും. ഏഷ്യയെ സഹായിച്ച് റേ തങ്ങളെ ചതിച്ചുവെന്ന് ഡീമന് വ്യക്തമായി കഴിഞ്ഞിരുന്നു. അതോടെ റേയുടെ പേര് ആ തലയിൽ നിന്നുമാക്കാൻ, ചർമ്മത്തിൽ നിന്നുമാക്കാൻ ഡീമൻ ഉത്തരവിട്ടു. അത് മാറ്റപ്പെട്ടതും റേയുടെ അമർത്യത നഷ്ടപ്പെട്ടു. അധികം വൈകാതെ തന്റെ ഭർത്താവിനെ കൊല്ലാൻ ലിലിത്ത് നിർബന്ധിതയായി. അത് കണ്ട് ഭയന്ന മരിയ അവസാനമായ ഒരു അവസരത്തിനായി ആ പൈശാചിക രൂപത്തിനു മുമ്പിൽ കെഞ്ചി. ഡീമൻ അവസാനമായ ഒരു അവസരം കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് വലിയൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. സ്വന്തം സഹോദരി ഏഷ്യയെ അവൾ അവിടെ വെച്ച് കൊല്ലണം. മരിയ അത് സ്വീകരിച്ചു. ആ ഡീമന്റെ പന്നിത്തലയിൽ അവൾ ഒരു പേരെഴുതി. പിന്നാലെ അവളുടെ മുമ്പിലേക്ക് ഏഷ്യ വലിച്ചിഴക്കപ്പെട്ട് കൊണ്ടുവന്നു. അവൾ മുന്നിലെത്തിയതും മരിയ ഒട്ടും മടിച്ചല്ല. കത്തിയെടുത്ത് ആരും ചിന്തിക്കാത്തൊരു പ്രവൃത്തി ചെയ്തു. അവൾ തന്റെ കഴുത്തങ്ങ് മുറിച്ച് സ്വയം ബലിയർപ്പിച്ചു. മരിയ പന്നിത്തലയിൽ എഴുതിയത് തന്റെ സഹോദരിയുടെ പേരായിരുന്നു, ഏഷ്യയുടെ പേര്. അതോടെ ഏഷ്യയ്ക്ക് ഇമ്മോർട്ടാലിറ്റി പവർ വന്നു. ഇമ്മോർട്ടാലിറ്റി കൈവന്നതോടെ ഏഷ്യ പൂർണ്ണ ശക്തിയിൽ എഴുന്നേറ്റു. ഒട്ടും മടിക്കാതെ ആരെങ്കിലും മായ്ക്കുന്നതിന് മുമ്പ് പന്നിത്തലയിൽ എഴുതിയ തന്റെ പേരിന്റെ ഭാഗം അവളങ്ങ് കീറിയെടുത്തു. പിന്നെ വൈകിയില്ല. അവൾ അവിടെ കടുത്ത കലാപം തന്നെ തുടങ്ങി. ഒരു ദാക്ഷിണ്യവുമില്ലാതെ അവിടെ ഉണ്ടായിരുന്ന ഏവരെയും അവൾ കൊന്നുതള്ളിക്കൊണ്ടിരുന്നു. ആ സമയത്ത് മറ്റു വഴികളില്ലെന്ന് കണ്ടതും ലിലിത്ത് ഡീമന്റെ സഹായം അഭ്യർത്ഥിച്ചു. ഏഷ്യ ബോബിനെ കീഴടക്കിയതോടെ ഡീമൻ അതിൽ ഇടപെട്ടു. ലിലിത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കി. അത് ലിലിത്തിനെ ഡീമന്റെ അടയാളമായ ആ പന്നിത്തലയുമായി ലയിക്കാനുള്ള അവസരമൊരുക്കി. പിന്നെ അവിടെ നടന്നത് ഡീമനും ഏഷ്യയും തമ്മിലുള്ള കടുത്ത പോരാട്ടമായിരുന്നു. ആ പോരാട്ടം കൂടുതൽ ഭയാനകമായ ഒന്നായി മാറി. ഏഷ്യയ്ക്ക് ഡീമൻ കടന്നുകൂടിയ ലിലിത്തിനെതിരെ ക്രൂരവും രക്തരൂക്ഷിതവുമായ ഒരു യുദ്ധം ചെയ്യേണ്ടി വന്നു. പോരാട്ടത്തിനിടയിൽ നെഞ്ചിൽ വാൾകുത്തി കയറ്റിക്കൊണ്ട് ഏഷ്യ മരണത്തിന്റെ വക്കിലേക്ക് തള്ളിവിടപ്പെട്ടു. ആ നിമിഷത്തിൽ സംഭവിച്ച എല്ലാത്തിനും അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മരിയയുടെ ശബ്ദത്തിലൂടെ ഡീമൻ അവളുടെ ആത്മവിശ്വാസം തകർക്കാൻ ശ്രമിച്ചു. എന്നാൽ അതിൽ വീണുപോവാതെ ഏഷ്യ മുന്നോട്ട് കുതിച്ചു. തന്റെ അവസാന ശക്തിയും എടുത്ത് അവൾ ആ പന്നിത്തല ലിലിത്തിന്റെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തി. അവസാനത്തെ ശക്തമായ പ്രഹരത്തിൽ ലിലിത്ത് ദൂരേക്ക് തെറിച്ചു വീഴുകയും കമ്പിയിൽ തറയ്ക്കപ്പെടുകയും ചെയ്തു. ലിലിത്തിനെ തോൽപ്പിച്ച ശേഷം ഏഷ്യ പന്നിയുടെ തലയ്ക്ക് നേരെ തിരിഞ്ഞ് തന്റെ സഹോദരിയുടെ ജീവൻ തിരികെ ചോദിച്ചു. എന്നാൽ ഓരോ ജീവനും അതിന്റേതായ വില നൽകേണ്ടതുണ്ട് എന്നായിരുന്നു ഡീമൻ പറഞ്ഞത്. ഒരു ജീവന് പകരമായി മറ്റൊരു ജീവൻ നൽകണം. ഏഷ്യ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ഡീമനുമായി ഒരു ഉടമ്പടിക്ക് പോലും നിൽക്കാതെ അവൾ മറ്റൊരു വഴി തിരഞ്ഞെടുത്തു. അവൾ ആ പന്നിത്തലയങ്ങ് കത്തിച്ചു. അതോടെ ആ കരാറിന്റെ ഉറവിടം നശിക്കുകയും അതുവരെ ഇമ്മോർട്ടാലിറ്റി ലഭിച്ച എല്ലാവരുടെയും പേരുകൾ മായ്ക്കപ്പെടുകയും ചെയ്തു. തൽഫലമായി ലിലിത്തും മറ്റുള്ളവരും ഓരോരുത്തരായി തളർന്നു വീഴാനും സ്ഫോടനത്തോടെ തകർന്നില്ലാതാവാനും ആരംഭിച്ചു. ഡീമനുമായുള്ള കരാറായ ആ പന്നിത്തല ഇല്ലാതാക്കപ്പെട്ടതും ആ വിർജിലിനുള്ളിലെ എല്ലാ അമർത്യരും തൽക്ഷണം മരിക്കാനും തുടങ്ങി. അമർത്യത ലഭിക്കാത്ത സാധാരണക്കാർ മാത്രമായിരുന്നു അവിടെ അവശേഷിച്ചത്. എല്ലാം അവസാനിച്ച ശേഷം തന്റെ സഹോദരിയുടെ ശരീരം കൈകളിലേന്തി ഏഷ്യ വിർജിലിന് പുറത്തേക്ക് നടന്നു. പുറത്ത് അവളുടെ വക്കീൽ അവൾക്കായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. സഹോദരി മരണപ്പെട്ടു വന്നത് കണ്ട് അയാൾ തന്റെ അനുശോചനം ഏഷ്യയെ അറിയിക്കുമ്പോൾ തികച്ചും അപ്രതീക്ഷിതമായി ഒന്ന് സംഭവിച്ചു. അപ്പോഴാണ് ഏഷ്യ തന്റെ കയ്യിലുണ്ടായിരുന്ന താൻ വെട്ടിയെടുത്ത് മാറ്റിവെച്ച ആ ഡീമൻ പന്നിയുടെ ചർമ്മത്തിന്റെ ഭാഗം അവിടെ കാണിക്കുന്നത്. അതിൽ എഴുതിയിരുന്നത് മരിയ
മരിയയുടെ പേരായിരുന്നു. ഒരു അവസാന ശ്രമമെന്ന രീതിയിൽ തന്റെ സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമോ എന്നറിയാൻ തന്റെ പേര് എഴുതിയിരുന്ന ആ ചർമ്മഭാഗം തിരുത്തി മരിയയുടെ പേര് അവൾ എഴുതി നോക്കിയതായിരുന്നു. ആ ശ്രമം വിജയിച്ചു. മരിയയ്ക്ക് ഇമ്മോർട്ടാലിറ്റി ലഭിച്ചു, അമർത്യത. അതേസമയം ഏഷ്യയാകട്ടെ സാധാരണ ഒരു മനുഷ്യ സ്ത്രീയായി നിലകൊള്ളുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ടതും ആ സ്ഥലം ഉപേക്ഷിച്ച് പുതിയൊരു തുടക്കത്തിനായി അവർ യാത്ര തിരിച്ചു. ആ ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ഹൊറർ ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.